20s എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ബിൽഡ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, അവർ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങളും ഒരു കാരണവശാലും നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടുവരില്ല. ലോങ് ടേമിലേക്ക്, ഭാവിയിലേക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യമാണ് ബിൽഡ് എ ന്യൂ സ്കിൽ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് നിങ്ങളെ 20s ഒരു പുതിയ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു 20 years എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 20s സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഡിഗ്രി കാലഘട്ടമായിരിക്കും മിക്കവാറും. ഈ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതിന് പുറമെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാനുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനോ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്കില്ല് എന്താക്കുക നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്, ഇനി അല്ല ട്രേഡിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല്, ട്രേഡിങ് ഒരു സ്കില്ലാണ് കേട്ടോ, ആ ഒരു സ്കില്ല്. ഇനി വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഒരു 1 year മിനിമം അതിന് വേണ്ടിയിട്ട് എന്താക്കാം, മാറ്റിവെക്കാം. നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും, ഫസ്റ്റ് ഇയറിൻ്റെ പോർഷൻസ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നല്ല സ്കില്ല് അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എന്താക്കുക, സെറ്റാക്കി എടുക്കുക. സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും അതിലെന്താക്കുക, ഒന്ന് എക്സ്പേർട്ടായിട്ട് മാറുക, അല്ലെങ്കിൽ അതിലെന്താക്കുക, പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുക. തേർഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും അതിന് ഇൻകം ഉണ്ടാക്കുന്ന ലെവലിലേക്കാക്കി എടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു കിഡിലൻ സ്കില്ല്, ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീലാൻസ് ആയിട്ട് വരെ ചിലപ്പം ഒരുപാട് എമൗണ്ട്, നിങ്ങൾക്കൊരു സാധാരണ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നതിനേക്കാൾ എമൗണ്ട് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതൊരു സ്കില്ലായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ മെനക്കെട്ടാൽ പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഉറപ്പുള്ള കാര്യം. പക്ഷെ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് മുകളിൽ മെനക്കെട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ എന്താക്കുള്ളൂ, അത് കിട്ടുള്ളൂ. സോ ഈ ഒരു കാര്യം മറക്കണ്ട. എന്തെങ്കിലും ഒരു സ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഹെൽത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്കൊക്കെ ബേസിക്കലി പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ എന്തൊക്കെ വീഡിയോസ് കാണും, അപ്പോൾ വെറുതെ ഒന്ന് നടക്കാൻ പോകും, ചിലപ്പോൾ ഒന്ന് ഓടാമെന്ന് വിചാരിക്കും. ആദ്യത്തെ 2-3 ദിവസം ഓടും, പിന്നെ പോകില്ല. ചിലപ്പോൾ നടക്കാൻ പോകും, പിന്നെ നടക്കില്ല. പിന്നെ ചിലപ്പോൾ സൈക്കിൾ ഓട്ടാൻ പോകും, പിന്നെ അത് നിർത്തും. ചിലപ്പോൾ ജിമ്മിൽ ചേരും. ഇപ്പോൾ എല്ലാവരുടെ കളിയാക്കും ജിമ്മിൽ, നമ്മുടെ നാട്ടിലുള്ള ഏകദേശം എല്ലാ ജിമ്മിലും ഞാൻ കയറി കഴിഞ്ഞെന്ന് പറയും. കാരണം കയറി അതേപോലെ തന്നെ ഇറങ്ങുക ചെയ്യുന്നത്. ഒരു കൺസിസ്റ്റൻസി ഇല്ല. കാരണം എനിക്കറിയാം ഹെൽത്ത് വേണമെന്നുള്ളത് അറിയാം. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമ്മളെ ഭാവി ലൈഫിൽ, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്രത്തോളം 30s കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഹെൽത്ത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളത് ബിൽഡ് ചെയ്യണം, ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. കാരണം ഇപ്പം നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ 24 hours മിനിമം ഒരു 20 minutes നിങ്ങൾ മാറ്റിച്ചാൽ മതി. ഞാൻ 1 hour 2 hour വലിയ സെഷൻസ് ഒന്നും ചെയ്യണമെന്നൊന്നും പറയില്ല. എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളൊന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ ഫിറ്റ്നസ് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 രീതിയിൽ ഉദ്ദേശിക്കും കേട്ടോ. ഈ നല്ല ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പം നല്ല പ്രോപ്പറായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ജങ്ക് ഫുഡ്സ് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള സാധാരണ ഭക്ഷണം കഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ട്സും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളെ ബോഡീനെ എപ്പോഴും ഫിറ്റാക്കി വെക്കുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടാവും, നമ്മൾ 30 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി 10,000 steps നടക്കാന്നുള്ളത്. ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും അപ്ഡേറ്റ്സ് ചെയ്യാൻ പറയും. പക്ഷെ അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചെറിയ ചേഞ്ചസ് എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫിറ്റ്നസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൻ്റലി നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. സോ നിങ്ങൾ ഫിറ്റ്നസ്സിൽ എന്തായാലും ഫോക്കസ് ചെയ്യുക. കാരണം ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 30s കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി വീക്കായി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ബോൺസ് വീക്കായി വരുന്ന, അല്ലെങ്കിൽ ആ ഒരു 40s കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി വീക്കായി വരുന്ന ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഫിറ്റ്നസ്സിൻ്റെ കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് ബെനിഫിറ്റായി മാറും. നല്ലൊരു ഹെൽത്തി ബോഡി ആണെങ്കിൽ നല്ലൊരു ഹെൽത്തി മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഫുൾ പൊട്ടൻഷ്യൽ ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കതിൽ ഏറ്റവും ഹാപ്പിനെസ് ഉള്ള, ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെ നമ്മളതായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയേക്കാം. നമ്മൾ ഏതൊരു മീറ്റിങ്ങിന് പോയാലും, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിന് പോയാലും, എവിടെയെങ്കിലും ഒരു സെഷനിന് പോയാലും, എവിടെ പോയാലും അവിടെ നമ്മളതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആൾക്കാരായിട്ട് എന്താക്കുക, പരിചയപ്പെട്ടേക്കുക. അവരായിട്ട് പരിചയപ്പെടാൻ നമ്മൾ ഡെയിലി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ആ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി വെക്കുക. കാരണം ലൈഫ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചലഞ്ചസ് മുമ്പിൽ വരാറുണ്ട്.
നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങളെ കോളേജ് ലൈഫിലായിക്കോട്ടെ, നിങ്ങളെ ഫാമിലി ലൈഫിലായിക്കോട്ടെ, നിങ്ങളെ എന്തോ ആയിക്കോട്ടെ, ഭാവിയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസും സ്ട്രഗ്ലിങ്സും വരാറുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പല ആൾക്കാരെയും നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ആവും. ഇപ്പോൾ തന്നെ ഞാൻ നമ്മളെ കമ്മ്യൂണിക്കേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഒരു പ്രോബ്ലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയ ഒരാൾ എനിക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഈ കണക്ട് ചെയ്ത് കൊടുക്കുക എന്താണ്, ഈ ആളായിട്ട് എനിക്ക് പരിചയം അതിനെ കൊണ്ടല്ലേ. സോ ഇതാണ് നെറ്റ്വർക്കിംഗ്. അതായത് നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും, അത് ഉറപ്പാണ് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് വഴി. സോ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം എവിടെ പോയാലും നിങ്ങളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് ആ ആൾക്കാരായിട്ട് പരിചയം ഉണ്ടാക്കി വെക്കുക, കോൺടാക്റ്റ് ഉണ്ടാക്കി വെക്കുക. അത് എന്തായാലും ഞാൻ പേഴ്സണലി അത് റിയലൈസ് ചെയ്തൊരു വ്യക്തിയാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ പവർ എന്താണെന്നുള്ളത്. അത് എന്തായാലും നിങ്ങളെല്ലാ ആൾക്കാരും എന്താക്കുക, നെറ്റ്വർക്കിംഗ് ചെയ്ത് തുടങ്ങും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ പണ്ട് തീരെ ഇല്ലാത്തതും ഞാനിപ്പോൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള ഒരു എലമെൻ്റാണ് എൻ്റെ ലൈഫിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി. അതായത് സാമ്പത്തികമായിട്ടുള്ള പല നോളജുകളും നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ ബേസിക് ടേംസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോൺ എന്താണ്, FD എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, സേവിങ്സ് എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഒരാൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കാനുള്ളതാണ്. പൈസ വരുന്ന വഴി, അല്ലെങ്കിൽ പൈസ എങ്ങനെ ചിലവാക്കണം, ഓരോ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പിന്നെ നമുക്ക് ഇൻകം സോഴ്സുകൾ ഒന്നിൽ മാത്രം നിൽക്കരുത്, നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് വേണം, ഇങ്ങനെയുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞു വെക്കുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെല്ലാവരും ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗ്ലിങ്സിലൂടെ പോയതും ഈ ഒരു പൈസ കാരണമാണ്. കാരണം ആ ഒരു സ്റ്റേജിൽ എനിക്ക് അറിയില്ലേനും ഇതിനെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ഞാൻ പിടിക്കണം, എവിടെയൊക്കെ ഞാൻ കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഞാൻ ഉണ്ടാക്കി വരുന്നുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. അതിൽ വലിയൊരു പങ്കും എൻ്റെ ഉള്ളതാണ്. കാരണം പല സമയങ്ങളിലും ഞാൻ കുടുങ്ങി നിൽക്കുന്ന സമയത്തായാലും, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ കുടുങ്ങി നിൽക്കുന്ന സമയത്തായാലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായാലും, ആ സമയത്ത് എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളതായാലും, ഇത് അറിയാലോ, പറയുന്ന രീതി എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായാലും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡെപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഫൈനാൻഷ്യൽ നോളജിൻ്റെ ബേസിക്സ് ഒക്കെ കിട്ടി തുടങ്ങിയത്. പിന്നെ നമുക്ക് പല ബുക്സ് വായിച്ചിട്ടും അങ്ങനെയാണ് ഞാനതിൻ്റെ അൾട്ടിമേറ്റ് നോളജ് ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരുപാട് നോളജ്, ഞാൻ പറഞ്ഞ ഈ ഒരു പൈസനെ പിടിക്കുന്നതും പൈസ ചിലവാക്കുന്നതും, പൈസയിലുള്ളതിൽ നമുക്കതെങ്ങനെ ഇൻകം കൂടുതൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൈസ വെച്ചിട്ട് പൈസ എങ്ങനെ ഉണ്ടാക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, സേവിങ്സ് എന്താണ്, ട്രേഡിംഗ് എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ നോളജസ് ഇപ്പോൾ എനിക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അത് ഉണ്ടാക്കി എടുക്കണമെന്നും എനിക്ക് നിങ്ങളോട് നിർബന്ധമായിട്ട് പറയണമെന്നുണ്ട്. കാരണം അതില്ലാത്തതിനെ കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴും അന്ന് ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഫൈനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾ ബേസിക് ആയിട്ടുള്ള തന്നെ എന്താക്കാം, നിങ്ങൾ അറിഞ്ഞ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് ഒരിക്കലും നിർത്താൻ പാടില്ല. ഒരു കാരണവശാലും ഓക്കെ ഞാനിതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇനി എനിക്കിതിനെ പറ്റി ഒന്നും അറിയാനില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു കാരണവശാലും വരരുത്. കാരണം അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഒന്നിനെ പറ്റിയിട്ടും 100% ആർക്കും പഠിക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ലേണിംഗ് നിൽക്കുന്നില്ല. നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും അവിടുന്ന് പഠിച്ചുകൊണ്ട് നിൽക്കുക. ഞാനൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അധികം പണ്ട് ഞാൻ കേൾക്കൽ പാട്ടുകൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ പാട്ടുകൾ മാറ്റി പോഡ്കാസ്റ്റ് ആക്കി മാറ്റി. കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ പോഡ്കാസ്റ്റ് വഴി എനിക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ ജിമ്മിലാണ് ഞാൻ എന്താക്കുന്നത്, നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 30 days 10,000 steps per day എന്നുള്ള ചലഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ അധികം മ്യൂസിക്കിന് പകരം കേൾക്കുന്നത് പോഡ്കാസ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂർ ഞാൻ നോളജ് എന്താക്കുകയാണ്, സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ പറ്റുമോ, ആ സിറ്റുവേഷനിലൊക്കെ എന്താക്കുക നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ളതാണ്. അതായത് സ്കൂളിലുള്ള പഠിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ കോളേജിലുള്ള പഠിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട്. അപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സെഷൻസ് നിങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കോഴ്സുകൾ വാങ്ങിയിട്ടായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ പ്രശ്നമില്ലടാ. നിങ്ങൾ ഒരിക്കലും ലേണിംഗ് നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുക, പുതിയ നോളജ് ഉണ്ടാക്കുക, അറിഞ്ഞുകൊണ്ട് നിൽക്കുക. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സാധനമൊക്കെ തലയിലുണ്ടാവുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളെ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരോ പ്രായത്തിൽ കൂടിയ ആൾക്കാരോ, അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളോ ഇൻഎക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ് വെക്കുക, അത് പഠിച്ച് വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുള്ള ഉറപ്പാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് 20 വയസ്സ് തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 20s സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക,
ചെയ്തു തുടങ്ങുക. ഒന്നാമത്തെ ഞാൻ എന്താ പറയുന്നത്, ഒരു പുതിയ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തോ ആയിക്കോട്ടെ മക്കളെ, ഏതായാലും കുഴപ്പമില്ല, പുതിയ ഒരു സ്കില്ല് നിങ്ങൾ എന്താക്കുക, ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത്. നിങ്ങളെ ഹെൽത്ത് കോൺഷ്യസ് ആവുക. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഹെവി വർക്കൗട്ട്സ് ഒന്നും എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് നിങ്ങൾ എന്താക്കുക നോക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നെറ്റ്വർക്കിംഗ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളതായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. നാലാമത്തെ ഫൈനാൻഷ്യൽ ലിറ്ററസി. ഞാൻ പണ്ടില്ലാത്ത കാരണം ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് കണ്ടിന്യൂസ് ലേണിംഗ്. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കുക, പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇൻ ഡെപ്ത് വീഡിയോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സിംഗിൾ വീഡിയോസ് ആയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ 5 കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് പരിചയപ്പെടുത്തി ഇതൊക്കെ ചെയ്യാം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അറിയിക്കാം. ശരിക്കും ഈ കമൻറ്റിൽ നിങ്ങൾ അയക്കുന്ന പല ഇതും വായിക്കുന്ന സമയത്ത് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനും ലൈഫിൽ ഒരുപാട് എന്തൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനും ഞാനൊരു കാരണമായി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.